ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങൾ ബിരിയാണി ദർബാറിലേക്കാണ് കേട്ടോ വരുന്നത്. ആക്ച്വലി നമ്മൾ ആ ഒരു മീൻചന്ത ഭാഗത്ത് ഇപ്പോൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നുള്ളൊരു പ്ലാൻ വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ഥലം സ്പോട്ട് ഓർമ്മ വന്നത്. ആക്ച്വലി റീൽസിൽ കണ്ടിട്ടാണ് നമ്മളിത് ഓർത്ത് വെച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു 12-12:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടോ. നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ആളായിട്ട് തിരക്കായിപ്പോയി അവിടെ. പിന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ നിന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. സംഭവം എന്താ പറയുക, ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. ചിക്കൻ ബിരിയാണിയാണ് ആദ്യം വാങ്ങിച്ചത്. ബിരിയാണിയുടെ റൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചു. കാരണം റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് പാർട്സ് പൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു പാർട്സ് പൊരിച്ചത്. നമ്മൾ ഇതുവരെ എവിടുന്നും കിട്ടാത്തൊരു സാധനം കേട്ടോ അതങ്ങനെയുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്, നമ്മളിത് ആദൂനും ഹൈഡിനും കൂടി ഷെയർ ചെയ്തിട്ടാട്ടോ ഈ ഒരു ഒരാളുടെ ബിരിയാണി കഴിക്കണത്. ഈ ബിരിയാണിയിലെ ചിക്കൻ പീസ് ആയാലും ശരിക്കും പറഞ്ഞാൽ മോശമില്ലാത്ത നല്ല 2 പീസാട്ടോ എനിക്കും കിട്ടിയത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. സത്യം പറയാലോ, നമ്മൾ പല സ്ഥലത്തു നിന്നും കഴിക്കുന്ന ആളുകളാണ്, എന്നാലും ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു വഴി പോകുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു നമ്മൾ ബിരിയാണി ദർബാർ. പിന്നെ ചിക്കനൊക്കെ നല്ല കുക്കായിട്ടുണ്ട്. ദം ബിരിയാണിയാണ് ഓൾറെഡി, അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. ചാരുക്കുട്ടിയാണെങ്കിലോ ഒരു കുഞ്ഞു ബിരിയാണി ലവറാണ് കേട്ടോ. അപ്പോൾ അവൾക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു നമുക്കെന്നാൽ അവിടുന്ന് ബീഫ് ബിരിയാണി കൂടി ഒന്ന് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം നമ്മളിത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. അതിൻ്റെയും റൈസ് ഞാൻ കണ്ടല്ലോ നിങ്ങൾ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് റൈസ്. പിന്നെ അതും ഞങ്ങൾ 3 ആളും കൂടി ഷെയർ ചെയ്തത്, കാരണം അത്രയും റൈസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. പക്ഷേ ആദൂനും ഹരിയേട്ടനും അവിടുത്തെ ബീഫ് ബിരിയാണി കേട്ടോ ഇഷ്ടപ്പെട്ടത്. ബീഫ് ബിരിയാണി നമുക്ക് കിട്ടിയ പീസ് കുറച്ച് എല്ലായിപ്പോയി. അപ്പോൾ അവർ നല്ല 2-3 പീസ് നമുക്ക് കൊണ്ടു തന്നിട്ട് എക്സ്ട്രാ. പിന്നെ നമ്മുടെ പ്ലേറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ആസ്വദിച്ചാണ് ആ ഫുഡ് കഴിച്ചത്. എല്ലാവരും പ്ലേറ്റും കാര്യമാണ്. പിന്നെ നമ്മളെ ചാരുക്കുട്ടിയും നല്ലതായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. സ്ഥലം നമ്മുടെ മീൻചന്ത ആർട്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.